ഫസ്മിനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടേക്കുവാണ്. ഭർത്താവായിട്ടുള്ള ലല്ലുവിനെതിരെയുള്ള തെളിവുകളൊക്കെ പുറത്ത് വിട്ടുകൊണ്ടാണ്. ഇതിനു മുമ്പും ഭർത്താവായിട്ടുള്ള ലല്ലു വേറെ പെൺകുട്ടികളുമായിട്ടുള്ള ചാറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഫസ്മിനെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടിട്ട വീഡിയോയിൽ ആ ഒരു കാമുകിയുമായിട്ടുള്ള കോൾ സംഭാഷണവും അവർ തമ്മിൽ റിലേഷനിലാണെന്ന് ആ ഒരു പെൺകുട്ടി സമ്മതിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇപ്പം ഫസ്മിനെ പുറത്ത് വിട്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇതേകണക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അത് ക്ഷമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ ഫസ്മിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെടുത്ത് വിളിച്ച് ഫസ്മിനെ സംസാരിക്കുന്ന ഓഡിയോ കോള് അതിനകത്ത് കേൾപ്പിക്കുന്നുണ്ട്. ആദ്യമേ ഒന്നും ഈ ഒരു പെൺകുട്ടി സമ്മതിക്കുന്നില്ല. പിന്നെ അതിന് ശേഷം അതെ ഞാൻ തെറ്റ് ചെയ്തു, അങ്ങനെ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഫസ്മിനെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ ഇവർ തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ലല്ലു വീട് വിട്ട് ഇറങ്ങിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു പെൺകുട്ടിയെ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെടുന്നതും ഒരു ദിവസം കൊണ്ടുള്ള പരിചയം വെച്ച് കറങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്മിനെ പറയുന്നു. അവർ ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഫസ്മിനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലല്ലു കുറേയധികം പെൺകുട്ടികളുമായിട്ട് ചാറ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടികളെല്ലാം ഫസ്മിനയ്ക്ക് ഈ ഒരു ചാറ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഫസ്മിൻ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ പെൺകുട്ടികളൊക്കെ ചെന്നിട്ട് ഇത് ഞങ്ങളുടെ ഫോട്ടോസൊന്നും അങ്ങനെ കാണിക്കരുത്, ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനിങ്ങനെ കാണിക്കേണ്ട എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം ഫസ്മിനയ്ക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ഫസ്മിന ആ ഒരു വീഡിയോയിൽ ഫുള്ള് ഭർത്താവും ആ ഒരു കാമുകിയും തമ്മിൽ റിലേഷനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളും സംഭാഷണങ്ങളൊക്കെയാണ് പുറത്ത് വിടുന്നത്. ഇതേ കണക്ക് ഇനി ആർക്കും ചതി പറ്റരുത് എന്നുള്ളൊരു കാര്യം ഫസ്മിന പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഇതേ കണക്ക് ലല്ലുവിനെതിരെ ഒരു ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, അതായത് ഫസ്മിനയുടെ കൂടെ താമസിച്ച ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിലൊക്കെ ഒരു ഇഷ്യൂ വന്നിട്ട് പോലീസൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഫസ്മിനെയൊക്കെ ചേർന്നിട്ടാണ് അവനെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ഫസ്മിനയ്ക്ക് തന്നെ അത് അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. ഫസ്മിനെ പിന്നെയും ചതിച്ചിരിക്കുകയാണ്.